സിജോന്റെ കല്യാണം കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് ഡേ ഞങ്ങളാണ് ആദ്യത്തെ അതിഥികൾ. ഞാൻ എത്തുന്നതിന് മുമ്പ് വീട്ടിൽ കയറി സ്ഥലം ഉറപ്പിച്ച സ്നേഹ. ആ ഒരു എക്സ്പീരിയൻസ് അല്ല ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറ. അതൊന്ന് പറ. സ്നേഹനെ തള്ളിയിട്ട ഒരു എക്സ്പീരിയൻസ്. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് അറിയാവാ, ഇന്നലെ രാത്രി എന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അതിന് പകരം ഞാൻ ഒരു കൊലപാതക കേസിലെ പ്രതിയാകും എന്നാണ് ആ മൊമെന്റ്. എടാ വെള്ളത്തിൽ മുങ്ങുന്നു പോകുന്നു 3 തവണ മുങ്ങിപ്പോയി അല്ലേ. അതായത് നിങ്ങൾ ആരോ ബിൽഡപ്പ് കണ്ടിട്ടില്ലല്ലോ. ഈ ഇരിക്കുന്ന മുതൽ ഇന്നലെ ഞാൻ റൂമിൽ കയറിയ സമയത്ത് ഇന്നോട് ഇങ്ങനെ വന്നിട്ട് എങ്ങനെ അറിയാം, ഞാൻ മനസ്സിലാ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അങ്ങനെ ഡ്രസ് മാറ്റി വരിക എന്നോട്, ഞാൻ പൂളിൽ ചാടാൻ പോവാണ്. ഇതൊക്കെ അറിയാതെ നീന്തല്. പിന്നെ ഈ എന്ത് ധൈര്യത്തിൽ എന്നോട് ഞാൻ പൂളി ചാടി വരാറോ? അതന്നെ അത് എന്നെ ശോഭിച്ച് ജാസ്മിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ നിൽക്കുക. അപ്പൊ ഞാൻ ഡ്രസ് മാറ്റി. അപ്പൊ ഞാൻ പൂളിൽ മുങ്ങ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ, ഇറങ്ങുക വീടാണെങ്കിൽ നിങ്ങൾക്ക് അവസ്ഥ എന്താ? ഓളമ്മ കോടീശ്വരിയും ഓളമ്മയുള്ള നോമിനി. നിങ്ങൾ തന്നെ ആലോചിക്കും, ഞാൻ എന്തിനു രക്ഷിക്കും? എനിക്കൊരു സെക്കൻഡ് ചാൻസ് ലൈഫിൽ കിട്ടും. പിന്നെ ഇവളെ അതെന്താ കോഫി. പിന്നെ 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 ഞാൻ നോക്കുമ്പോ ഞാനും അല്ല നോമിനി, ഇവളെ മമ്മിയാ നോമിനി ഇൻഷുറൻസ്. എടാ ഞാൻ കേക്കുണ്ട് സ്നേഹ അയ്യോ മരിക്കാൻ പോണേന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നു. ഞാൻ കേക്കുണ്ട്. ഞാൻ പിന്നെ വിചാരിച്ച് ഞാൻ അങ്ങനെ കുറെ അയച്ചു 10-13 കൊല്ലം പ്രേമിച്ച് 2-3 കല്യാണം കഴിഞ്ഞ് മതി. ഇനിയിപ്പോ അടുത്ത അല്ല 2-3 കൊല്ലമല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. ഞാനായിട്ട് മറ്റേ ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ പോകുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ തീർന്നു പോവാണെങ്കിൽ പോയിക്കോട്ടെ. ഞാൻ അവിടെ വെള്ളത്തിൽ മുങ്ങി ഒറ്റ പട്ടികളെ രക്ഷിക്കാൻ വന്നില്ല. അവസാനം വന്നു. ഞാൻ നല്ല ഒരുപാട് കൊതിച്ചു, ഒന്നും നടന്നില്ല. അപ്പൊ ഞങ്ങൾ അടുത്ത പരിപാടി കുറച്ച് സാധനം വാങ്ങാൻ പോണം. നമ്മുടെ സിജോന്റെ പപ്പോടുണ്ട്. ഞങ്ങള് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. കൂട്ടത്തിൽ എനിക്ക് ബോച്ചയുടെ ഒരു വീഡിയോ ചെയ്യണം. ബോച്ചെ ഹണി റോസ് ആ ഒരു സീൻ എന്താണെങ്കിലും ഇപ്പോൾ വീഡിയോ ഇവിടെ ഒന്ന് ചെയ്ത് പിന്നെ പള്ളിപ്പെരുന്നാൾ കൂടി എന്നിട്ട് കൊച്ചിയിൽ പോയി അവിടുന്ന് മലപ്പുറം പോകണം. ആ കുടുംബം ഒന്ന് മൊത്തം റിസ്ക്കാണ്. നല്ല ചൂട് പൊരിച്ച പത്തിരി ഫ്രം ദി ഷോപ്പ്. ഇതേതാ കട? ഇപ്പൊ വരട്ടോ. ആലപ്പുഴയിലെ ഏതൊരു കടയാണ്. ഞാൻ ഇവിടുന്ന് 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടുന്ന് പൊരിച്ച പത്തിരി കഴിക്കുന്നത്. സിജോ പൊടിച്ചെന്ന് അടിപൊളിയാണ്. കട എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ആവശ്യമുള്ള വൈൻ എത്തിയിരിക്കുന്നു. ഞങ്ങള് സിജോന്റെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ അടിച്ച് സൈഡായി. സിജോ അപ്പത്തേക്ക് ആദ്യ രാത്രി വ്ളോഗ് ഇട്ടു. ആദ്യ രാത്രിയിൽ കുറെ സാധനവും കട്ട് ചെയ്ത് കളഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. അതെ, അടുത്ത ആദ്യ രാത്രി ഉറങ്ങി എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് സിജോ നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാ? കമന്റ്സിൽ എന്തൊക്കെ ചോദ്യം നാട്ടുകാർ ചോദിക്കണേ. നാട്ടുകാർക്ക് എല്ലാരെ കുറിച്ചും എന്തൊരു കഷ്ടം. എന്താ ഞാൻ പറഞ്ഞത്? ഐ ആം ദ ട്രൂത്ത്. വന്നവരും പോയവരും നിന്നവരും കണ്ടവരും കാണാത്തവരും ഒക്കെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഐ വിൽ ടെൽ വൺ ഡേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചക്കൊരു ചടങ്ങിലേക്ക് കഴിക്കുവാണ്. സ്നേഹയും സായും ആലപ്പുഴ വന്ന സമയം മുതൽ തന്നെ സ്നേഹ സായി വന്നു. പക്ഷെ ചോദിച്ചത് സ്നേഹം മാത്രം. ഷാപ്പിൽ പോയപ്പോഴത്തേക്കും സ്നേഹം പറഞ്ഞു ലേശം കള്ളു കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഷാപ്പിൽ കൊണ്ടുപോയിട്ട് കള്ളു കുടിക്കും. അങ്ങനെ സ്നേഹ കള്ളു കുടിക്കുകയും സായി ഒരു അടപ്പിൽ മണക്കുകയും ചെയ്തു. അടപ്പിൽ മണത്ത സായി ട്രിവാൻഡ്രത്ത് പോയി പറ്റായി. അത് വേറെ കഥ, അതങ്ങനെ നിൽക്കട്ടെ. അതിനുശേഷം ആലപ്പുഴ വന്നപ്പോഴത്തേക്കും സ്നേഹക്ക് ജിയോ ചേട്ടൻ ഉണ്ടാക്കിയ വൈൻ കൊടുത്തു. അങ്ങനെ സ്നേഹക്ക് ആ വൈൻ ഇഷ്ടപ്പെട്ടു. അല്ലല്ല വേറെ കാര്യം. അല്ല നിങ്ങളെ ബാച്ചലർ പാർട്ടിക്ക് കുടിച്ച വൈനില്ലേ,
അതിൽ ആൽക്കഹോൾ ഇല്ലേ? ഇല്ല. അതാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ആ ആൽക്കഹോൾ ഇല്ലാത്ത വൈനാണ് ഇത്. ഇതിനകത്ത് ഇപ്പൊ ആൽക്കഹോൾ ഇല്ല. അല്ല ആൽക്കഹോൾ ഉണ്ടെങ്കിൽ എന്താ? ഇവിടുത്തെ ഏറ്റവും വലിയ അബ്കാരി സർക്കാരാണ്. സർക്കാർ വരെ മദ്യം വെക്കുന്നത്. എനിക്ക് വേണ്ട. അങ്ങനെ ഇത് ആൽക്കഹോൾ ഇല്ലാത്ത പ്യുവർ മുന്തിരിയും പഞ്ചസാരയും ഗോതമ്പും മാത്രമുള്ള വൈനാണ്. അപ്പോൾ സ്നേഹം പറഞ്ഞിരിക്കുന്നത് ഈ വൈൻ ഒറ്റ വലിക്ക് സ്നേഹം കുടിക്കുമെന്നാണ് ഞങ്ങളുടെ ചലഞ്ചായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകരെ കാണിക്കാം. ഇന്നലെ സ്നേഹ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂളി ചാടി നീന്തി 2 റൗണ്ട് നീന്തുമായിരുന്നു. അത് സക്സസ് ആക്കിയിട്ട് പറഞ്ഞു രാത്രി. പക്ഷെ അതിന് വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല. എന്തായാലും വൈൻ ഇടാൻ പറ്റില്ല. ഒറ്റ വലിക്ക് വൈൻ കുടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. കുടിച്ചോ? നേരെ കുടിച്ചോ? ഒറ്റ വലിക്ക് ഓട്ടെ മാക്സിമം കേരളം കൊണ്ട് ഓട്ടെ. അങ്ങനെ സായിയുടെ വൈഫ് ഒരു മദ്യപാനായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു മദ്യപിയായിരിക്കുകയാണ്. 6 മാസം കൊണ്ട് സ്നേഹം ആരാധന അറിയാവാ. നമ്മുടെ 2 കൺട്രി സിനിമയില്ലേ, അങ്ങനത്തെ മന്ദയോ അടിച്ച് കിണ്ടിയായിട്ട് നീ ജ്യൂസ് കുടിക്കുന്നതല്ലേ? ഒന്നുമില്ല, ആൽക്കഹോൾ ഇല്ല. ഞാൻ കുമ്പൂച്ച മാത്രമേ കുടിക്കാറുള്ളൂ. ഇതും ഫെർമെന്റഡ് ആയിട്ടുള്ള സാധനമല്ലേ? അല്ല ആണ്. അല്ല ഇത് വ്യത്യാസമുണ്ട്. എന്റെ ഭാര്യയായിട്ടുള്ള ലിനുവിനാണ്. ലിനു ഒറ്റ വലി വലിയ സീനാണ്. ലിനുവിനൊക്കെ ചെറിയ കേസ്. എന്റെ പ്രശ്നം എന്താ അറിയോ? ഞാൻ മറ്റേ ഇത് ചിലപ്പോ മണത്ത ചിലപ്പോ പോകുന്ന കിട്ടും. എനിക്ക് മാനസികമായ പ്രശ്നമാണ്. അല്ല എനിക്ക് ഇതിന്റെ മാനസിക പ്രശ്നം. മുന്തിരി ജ്യൂസ് കുടിക്കില്ല നീ? ലേശം കുടിച്ചു നോക്ക്. കുടിച്ചോ? നല്ല മണമില്ലേ? എനിക്ക് ചെറീസിന്റെ മണം. ചെറീസ് ശക്തമായി കൺവിൻസ് ചെയ്യുന്നുണ്ട്. കൺവിൻസിങ് സ്റ്റാർ നടക്കൂല മോനെ. വേണ്ട തിരിച്ചു കളയാൻ പറ്റില്ല. സ്നേഹം കുടിച്ചോ? തിരിച്ചു കളയാൻ പറ്റില്ല. സിപ്പല്ല, തിരിച്ചു കളയാൻ പറ്റില്ല. കുടിച്ചോ? തിരിച്ചു കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട്. എന്ത് ചെയ്യാനാണ്? ഒരു മുഴുക്കുടിയ മദ്യപാനിയായി മാറിയതുകൊണ്ട് അതായത് ആൽക്കഹോൾ കൺസംപ്ഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഞാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. സ്നേഹ സായിക്കെതിരായിട്ട് എന്തെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളായിട്ട് വന്നാൽ നിങ്ങൾ ദയവ് ചെയ്ത് വിശ്വസിക്കരുത്. അതെ, കാരണം മുഴുക്കുടിയത്തിയായ സ്നേഹയുടെ മദ്യത്തിന് അടിമയായി പോയ സ്നേഹ, മദ്യത്തിനും മദിരാശിക്കും അടിമപ്പായിട്ട് പോയ സ്നേഹയുടെ വെറും ജൽപ്പനങ്ങൾ മാത്രമാണ്. ടാസ്ക് അങ്ങനെ തുറന്നിരിക്കുകയാണ്. ഏതാ കുടിച്ചിട്ടോ? അയ്യോ, ആ വൈൻ കുടിച്ച് രോമം മതി. 6 കൊല്ലം പഴക്കമുള്ള വൈൻ. 6 വർഷം പഴക്കമുള്ള 6 വർഷം പഴക്കമുള്ള ആ വൈനാണ്. ഓക്കെ, കണ്ട എനിക്ക് വരും നോക്കട്ടെ. അൽ രോമാഞ്ചം. ഇതെന്തോ സീനാവുന്നുണ്ട്. ഓ, ഒരുമാതിരി പെട്ടെന്ന് എനിക്ക് കേൾക്കാറില്ല. അങ്ങനത്തല്ല, 6 വർഷം പഴക്കമുള്ള ആൽക്കഹോൾ ഇല്ല. ആൽക്കഹോൾ ഇല്ല. അത് മേടിച്ചിരിക്കുന്ന മറ്റേ പെടുന്ന മദ്യ ഷോപ്പിൽ നിന്നാണ്. 13 വോളിയം ആൽക്കഹോള് ഇല്ലെന്ന്. ഇത് ഇതൊന്നും കഴിക്കാൻ പാടില്ല. അതൊക്കെ ദേഹത്തിനാണ്. കൺസെപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്.
ഇത് മദ്യം വെരി ബാഡ് ഹാബിറ്റ്. ആരും കുടിക്കരുത്. ഇവരൊക്കെ കുടിച്ചടിച്ചു പോട്ടെ, നശിച്ചു പോയി. നീനൊക്കെ ഒറ്റ വലിക്ക് കുടിച്ചു അടിച്ച് വീലായി. ഇവരൊക്കെ ബാഡ് ബോയ്സ് ഒരു വൈൻ്റെ പെട്ടല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പിടുത്തോണ്ട് ഞങ്ങളെങ്ങനെ ഇതെന്താ ഇത് ഞങ്ങൾ ഉമ്മപ്പല്ലേ ബാക്കിയാണ് അതെനിക്കറിയാം. ഇത് ഞാൻ കണ്ട പോസ്റ്റാ. ഇത് ആക്ച്വലി ഞങ്ങളെ ഉമ്മപ്പ ഇൻഡീസ് ആയിട്ട് ഭയങ്കര വൈറലായിരുന്നല്ലോ. ഞങ്ങളിപ്പോൾ ആലപ്പുഴ പൊട്ടുവെള്ളരി കുടിക്കാൻ വന്ന പൊട്ടുവെള്ളരി ജ്യൂസ്. ഈ നമ്മുടെ വെള്ളരിക്കേൻ്റെ ജ്യൂസാണെന്നാ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇന്ന് കുടിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ എന്തായാലും കിട്ടാനില്ല പൊട്ടുവെള്ളരിൻ്റെ ജ്യൂസ്. ഇവിടുന്ന് എന്തായാലും കുടിച്ചിട്ട് അഭിപ്രായം പറയാം. പൊട്ടുവെള്ളരി, ഇതാണ് വെള്ളരി. പൊട്ടുവെള്ളരി ഉടക്കുക, ഉടച്ചിട്ട് പഞ്ചാര ഇട്ട് ഏലക്കായ ഇട്ട് ഇങ്ങോട്ട് എടുക്കും. ഓ ഇതപ്പോ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ടാണല്ലേ? അത് മൊത്തം ഇത് ഇരിക്കും. പഴുത്ത് കഴിയുമ്പോ തന്നെ കുടിച്ചു കഴിയുമ്പോ അതിന്റെ ടേസ്റ്റും ശരീരത്തിന്റെ ക്ഷീണം മാറും. അത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി സാധനം. നല്ല ടേസ്റ്റ്. പള്ളി എവിടെയാണുള്ളത്? പള്ളിയാണ്. പെട്ടെന്ന് കാണുമ്പോ യേശുറസുനെ കണ്ടിട്ട് ഗബ്രീനെ പോലെ അല്ലേ? പെട്ടെന്ന് യേശുറസുനെ കാണാൻ ഗബ്രീനെ പോലെ അല്ലേ? എവിടെ വരും? കറങ്ങി വരും. അല്ലേ സിജോ? ഈ കല്യാണത്തിന് മുമ്പും കല്യാണം കഴിഞ്ഞുള്ള എന്റെ പെരുന്നാൾ ഓർമ്മകൾ എന്നാ പിടിച്ചോ. ഇതിൽ പറഞ്ഞു. കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവുമുള്ള പെരുന്നാൾ ഓർമ്മകൾ. കല്യാണത്തിന് മുന്നേ ഉള്ള പെരുന്നാൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ വരുന്നു, പള്ളി ചുറ്റി കാണുന്നു. നമ്മളെ കീടുള്ള ഒരുപാട് പെൺപിള്ളേരുണ്ടാവും. ആ പെൺപിള്ളേരൊക്കെ ഞങ്ങൾ വായി നോക്കി എല്ലാരെയും യാത്രയാക്കിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാറുള്ളത്. പക്ഷെ ഇത്തവണത്തെ പെരുന്നാളിൽ ഞാൻ 360 ഡിഗ്രിയിൽ നോക്കിക്കൊണ്ടിരുന്ന നോട്ടം ഒരു ഒറ്റ പോയിന്റിലേക്ക് മാത്രം നോക്കേണ്ട ഒരു ഗതികേട് എനിക്ക് ഈ പെരുന്നാളിൽ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നേരെ പെരുന്നാൾ. അതെ, പക്ഷെ എങ്കിൽ തന്നെ ഞാൻ നൈസായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് 360 തിരിയുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ ഞാനും ഒന്ന് 180 തിരിയാ അല്ലേ? അതെ, ഞാനിവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തിരിയാൻ പറ്റണില്ല. യേശു ചുമന്ന കുരിശ് ഷോൾഡറിലല്ലേ, ഞാൻ പിന്നില്ല. അതാണ് പറ്റിപ്പോയത്. അതാണ് നിൽക്കുന്നത്. ഇതാണ് ആ കുരിശ്. കുലുക്കി സർവത്ത്. മാസ്ക് ഇട്ട് അവൻ കുലുക്കി സർവത്ത് അടിക്കുന്നു. അങ്ങനെ അവിടെ പള്ളിപ്പെരുന്നാള് കണ്ട് ആഘോഷങ്ങളൊക്കെ കണ്ട് എല്ലാവരും കണ്ട് അപ്പൊ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുന്നു ഗൈസ്. തീർന്നിരിക്കുന്നു.